നോ കോണ്ടാക്ട്. എന്തൊക്കെ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ സമയം സംഭവിക്കുന്നത്? എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡിൽ സംഭവിക്കുന്നത്? എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ്, കറന്റ് സിറ്റുവേഷൻ. ലെറ്റ്സ് സീ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. സോ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ ചെയ്യാം. ഓൾറൈറ്റ്, സോ ഡോണ്ട് സ്റ്റക്ക്. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവേണ്ട റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് സീ. No contact. What is their current situation? What you need to know about them? Their current feelings, current situation for you. Alright, so probably ഈ വ്യക്തി ഇമോഷണലി നിങ്ങളടുത്ത് കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഓക്കെ, സോ വേറെ കാര്യത്തിലേക്കായിരിക്കാം ആ വ്യക്തിയുടെ ഒരു ഫോക്കസ് ഈ സമയത്ത് പോകുന്നുണ്ടായിരിക്കാം. ഓർ അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല നിങ്ങളടുത്ത് അവരുടെ ഫീലിങ്സ്, സിറ്റുവേഷൻ. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്കറിയാം ഈ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, ചില മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇയർഫോൺ ഒക്കെ ഇങ്ങനെ കെട്ട് പിടിച്ച് കിടക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ, ചില സിറ്റുവേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കും. സോ ഒന്ന് കൂടുതൽ ആളുകളെ കൊണ്ടുണ്ടാവുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, വേറെ റിലേഷൻഷിപ്പ്, വേറെ സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. സോ അങ്ങനത്തെ ഒരു പ്ലേസിൽ ചില മാറ്റങ്ങൾ, ചില അഴിച്ചുപണികൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ചില ഫീലിങ്സ് ഓഫ് ആവേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ അതുകൊണ്ടാണ് ഈ സമയം ഈ വ്യക്തി അവര് മനഃപൂർവ്വം ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമല്ല എന്നില്ല, പക്ഷെ സിറ്റുവേഷൻസ് കാരണം ഈ സമയം നിങ്ങളോടുള്ള ഫീലിങ്സ് ഫെയ്ഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഇപ്പോൾ ഓഫ് ആണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഇമോഷൻസ് വലിയ രീതിയിൽ ആക്റ്റീവ് ആയിട്ടല്ല കാണുന്നത്. ബിക്കോസ് കാരണം അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവണം. ഒന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, കാരണം നിങ്ങൾക്കറിയാം ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, കുറച്ചൊരു ടോക്സിസിറ്റി, ഒന്ന് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ് ആക്ച്വലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ ഒരു സെയിം പാറ്റേണിൽ കൂടിയാണ് പോവുക. ആൻഡ് അഗെയിൻ നമ്മൾ ഫുൾ മൂൺ സിറ്റുവേഷനിലേക്ക് വരാണ്. സോ പ്രോബബ്ലി നിങ്ങൾ പോകുന്ന ഒരു ടോക്സിസിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആളുകളെ കൊണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില കാർമിക് സിറ്റുവേഷൻ ഒക്കെ അവിടെ ക്ലിയർ ആയിട്ട് വരും കൂടിയാണ്. ഓക്കെ, ആ ഒരു പ്രോസസ്സിലും കൂടിയാണ് നമ്മൾ പോകുന്നത്. സോ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ കാരണം നിങ്ങൾ പരസ്പരം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടി, അവിടേക്ക് ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനത്തെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലേസിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ. സോ വാട്ട് ഐ ക്യാൻ കണക്ട് ഈസ് നിങ്ങളുടെ ലൈഫിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്, പെയ്ത് തുറന്നു പോകണം, ഇറങ്ങി വരണം, എല്ലാം എക്സ്പ്രസ് ചെയ്ത് കളയണം. റൈറ്റ്, കാരണം പല പല കൺഫ്യൂഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ലൈക്ക് ഒരുപാട് ആളുകൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഇപ്പം നിങ്ങൾ മാത്രമല്ല, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ ഇൻവോൾവ് ആണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പരസ്പരം. ഓക്കെ, അയാൾക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. സോ അവിടെ ചില മാറ്റങ്ങൾ, സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ചസ്, ചില ട്രാൻസ്ഫർമേഷൻ സംഭവിക്കേണ്ടതായിട്ടുണ്ട്, ചില മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കൈൻഡ് ഓഫ് ബ്രേക്ക് ത്രൂ സിറ്റുവേഷൻ. ഓക്കെ, കാരണം ചില കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം ഒന്നും റൈറ്റ് പ്ലേസിലല്ല. ഇപ്പം എന്നുള്ളതല്ല, കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് വരുന്നത് വരെ ഒന്നും ഒരു റൈറ്റ് പ്ലേസിലല്ല. റൈറ്റ് പ്ലേസിൽ ഇരിക്കേണ്ട കാര്യങ്ങളൊന്നും റൈറ്റ് പ്ലേസിലായിരുന്നില്ല. സോ അതൊക്കെ ഒന്ന് റൈറ്റ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു നിങ്ങളുടെ പാസ്റ്റ് ഒന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾ റീകണക്ട് ചെയ്യും. ഓക്കെ, ഈ സമയം ആ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കുന്നില്ല എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇമോഷണലി അത്ര കണക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിലും, വീണ്ടും നിങ്ങൾ പാത്തിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു ടൈമിൽ നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, കാരണം ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സെയിം പാത്ത് ഷെയർ ചെയ്യേണ്ട ആളുകളാണ്. കാരണം നിങ്ങളില്ലാണ്ട് ആ വ്യക്തിക്കോ ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കോ പോകാൻ സാധിക്കില്ല. ഓക്കെ, സോ ഒരു പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്തു വരും. ഈ സമയത്ത് ഇതുപോലുള്ള ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. കാരണം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒക്കെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സ് എന്താണ്, അവരെന്ത് ചിന്തിക്കുന്നു, അവർ ആരുടെ കൂടെയാണ്, ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമല്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്, പക്ഷേ ഇത് ഒക്കെ ഒരു റീസൺ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
ഓക്കെ, ആ വ്യക്തിക്കും അതാണ് നല്ലത്, നിങ്ങൾക്കും ഈ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ആണ് നല്ലത് അല്ലെ. സോ എല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി, റൈറ്റ്. ബട്ട് നിങ്ങൾ വീണ്ടും ഒരു പാത്ത് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് രണ്ടുപേരും വരും. ഓക്കെ, രണ്ടുപേരും ഇല്ലാണ്ട് പോകാൻ പറ്റില്ല. സോ നിങ്ങൾക്ക് ഇനി കാണില്ല, ഇനി എന്താവും, ഇനി സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. സോ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എങ്ങോട്ടാണോ ഫോക്കസ് ചെയ്യേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ആ വ്യക്തി എന്ത് ചെയ്യുന്നു, ആരുടെ കൂടെയാണ്, ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ടത്. കാരണം ഈ സമയത്ത് ആ വ്യക്തി വേറെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ വരണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കണം, ചില കാര്യങ്ങളൊക്കെ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി. ഓൾറൈറ്റ്, അങ്ങനെയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ എടുക്കേണ്ടത്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നൊരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.